സുഹൃത്തുക്കളെ, ഇന്നലെ ഞാൻ എൻ്റെ ആസ്മയുടെ അനുഭവങ്ങളാണ് പറഞ്ഞത്. 22-ാം നൂറ്റാണ്ടിലെ പ്രകൃതിയോടിണങ്ങുന്ന പ്രകൃതിയുടെ ചികിത്സ എന്നതാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ പ്രത്യേക അനുഭവത്തിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ രൂപത്തിലുള്ള ഒരു ചിന്തയും വീക്ഷണവും ദർശനവും ഉണ്ടാവാനുണ്ടായ പ്രധാന കാരണം എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് ത്വക്ക് രോഗങ്ങളെക്കുറിച്ചിട്ടാണ്. അതായത് ചർമ്മരോഗങ്ങൾ. ചർമ്മം എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അവയവമാണ്. പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ചർമ്മത്തെയാണ്. ചർമ്മ സംരക്ഷണം, ചർമ്മത്തിൻ്റെ സൗന്ദര്യം, ചർമ്മത്തിൻ്റെ ആരോഗ്യം അത് വളരെ 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 പ്രധാനപ്പെട്ടാണ്, പ്രത്യേകിച്ച് കൗമാരക്കാർക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകമായിട്ടും ഈ സംസാരം ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും അവർക്കൊക്കെ തലവേദനയായ ഊണില്, അരിമ്പാറ, താരൻ, മുഖക്കുരു, ചൊറി, ചെരങ്ങ്, മണൽ, സ്മാൾ പോക്സ്, വ്രണങ്ങൾ, പിന്നെ സാധാരണ പുറത്ത് അപകടങ്ങളെ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ, മറുകുകൾ, മുഴകൾ, കൈകാൽ വിള്ളലുകൾ, നഖക്കുഴി, അതേപോലെ നഖങ്ങൾ, ചുണ്ട് വിള്ളലുകൾ, അതേപോലെ പാണ്ട്, വെള്ളപ്പാണ്ട്, കുഷ്ഠം, ഈ കാര്യങ്ങളൊക്കെ തന്നെ ചർമ്മത്തിനുണ്ടാവുന്ന അസുഖങ്ങളാണ്. അല്ലെങ്കിൽ അതിൽ മുറിവൊഴിച്ച് സാധാരണ വല്ല അപകടങ്ങളെ കൊണ്ട് കത്തി കൊണ്ടിട്ടോ ബ്ലേഡ് കൊണ്ടിട്ടോ മറ്റെന്തെങ്കിലും അപകടം കൊണ്ടുള്ള മുറിവല്ലാത്ത ബാക്കിയുള്ളതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ഇവയുടെയൊക്കെ പ്രത്യേകത എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഈ ശരീരത്തിലെ ഏറ്റവും വ്യാപകമായ ഒരു അവയവമാണ് തൊലി എന്ന് പറഞ്ഞല്ലോ. ഈ തൊലി യഥാർത്ഥത്തിൽ ഒരു വിസർജന അവയവം കൂടിയാണ് സാധാരണ നിലക്ക്. പ്രത്യേകിച്ച് നമ്മളെ ഈ മൂത്രത്തിലൂടെ പോകുന്ന ഏകദേശം മൂത്രത്തിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് നമ്മളെ വിയർപ്പിനും ഉണ്ടാവുക എന്നർത്ഥം. മൂത്രത്തിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ടോ അതൊക്കെ തന്നെ വിയർപ്പിലും ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ ഈ അവയവത്തിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് എമർജൻസി ആയിട്ട് ചെയ്യുന്നതാണ് ഈ മറ്റ് ഉണിലും, മരിമ്പാറ, താരൻ, മുഖക്കുരു, ചോറി, ചെരങ്ങ്, മണൽ, ചിക്കൻ ബോക്സ്, വ്രണങ്ങൾ, മറുകുകൾ, മുഴകൾ, കൈകാൽ വിള്ളലുകൾ, നഖക്കുഴിയിൽ ഉണ്ടാകുന്ന വൃത്തികേടുകൾ, നഖങ്ങൾ, ചൂണ്ട്, ഇതൊക്കെ തന്നെ തൊലിപ്പുറമുള്ള രോഗങ്ങളാണ് അർത്ഥം. ഇതൊക്കെ തന്നെ ഒരുതരം എമർജൻസി ലെവലിൽ അല്ലെങ്കിൽ അടിയന്തരമായിട്ട് ശരീരത്തിന് വൃത്തി ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ അടിഞ്ഞുകൂടിയ വസ്തുക്കളെ നമ്മളെ ശരീരത്തിനകത്തേക്ക് ഭക്ഷണം വഴി അകത്തേക്ക് കടന്ന വസ്തുക്കളെ സാധാരണ നിലയിൽ പുറന്തള്ളുന്ന ഒരു എലിമിനേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ വിസർജനാവയവങ്ങളുണ്ട്. ഈ അവയവങ്ങൾക്ക് പുറന്തള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അതിനെ പുറന്തള്ളാനായിട്ട് ശരീരം പ്രത്യേകമായിട്ട് ഈ തൊലിയെ ഉപയോഗിക്കുകയാണ്. അതിൽ പല വസ്തുക്കൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മുഴകളാണെങ്കിൽ അത് ഈ മുഴകൾക്ക് ഉള്ളിലുള്ള വസ്തു എന്താണെന്ന് വെച്ചാൽ അത് ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ. അതിനെ പുറന്തള്ളാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പുറന്തള്ളാനുള്ള ഊർജം ഇല്ലാത്തതുകൊണ്ടും
ഊർജം ലഭ്യമല്ലാത്തത് കൊണ്ട് ശരീരം അവിടെ അത് സംഭരിച്ച് വെക്കുകയാണ്. അതായത് രക്തത്തിൽ കലരാതെ സംരക്ഷിച്ച് അല്ലെങ്കിൽ വേറിട്ട് നിർത്തേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ അന്യവസ്തുക്കൾ, വിഷവസ്തുക്കൾ ആണ് പലപ്പോഴും ഇങ്ങനെ മുഴകളായിട്ടും അരിമ്പാറയായിട്ടും താരനായിട്ടും മുഖക്കുരുവായിട്ടും ചൊറിയായിട്ടും ഒക്കെ വരുന്നത്. ഇപ്പം ചെറുപ്പത്തിലൊക്കെ പണ്ടൊക്കെ ഈ ചൊറി നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഓർമ്മയുണ്ട്. ചൊറിയും ഓണലൊക്കെ ചൊറി ചെറുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതൊക്കെ ഇല്ലാതായത് ഈ ആധുനിക വൈദ്യശാസ്ത്രം അതിനെതിരിൽ അന്ന് ഒരു അസ്കാബിയോൾ ഉണ്ടായിരുന്നു. അസ്കാബിയോൾ പുരട്ടലായിരുന്നു അന്നത്തെ ചൊറിക്കുള്ള ഒരു മരുന്ന്, ഒരു വിഷം. പക്ഷേ ഇന്ന് ചൊറിയില്ല. അതിനുള്ള കാരണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ശരീരത്തെ ഭൗതികമായി നമ്മളെ അന്തരീക്ഷവും നമ്മളെ ഭക്ഷണ രീതിയിലൊക്കെ മാലിന്യങ്ങൾ കലർന്നപ്പോൾ, മാലിന്യങ്ങൾ കൂടുതലായപ്പോൾ, പൊല്യൂഷൻ കൂടുതലായപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ, ശരീരത്തിൻ്റെ പ്രതിരോധശേഷി, അതിനെ പുറന്തള്ളാനുള്ള ശേഷി നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾക്ക് ചൊറിയും താരനും അതേപോലെ കാലിലുണ്ടായ കുട്ടികൾക്കുണ്ടായിരുന്നു ഒരു ആകെ ചീഞ്ഞളിഞ്ഞ് പോകുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അതൊക്കെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആരോഗ്യം കൂടി എന്നല്ല, ആ പ്രതിരോധശേഷി കൂടി എന്നല്ല, പ്രതിരോധശേഷി കുറഞ്ഞോ എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ ഏറ്റവും നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന ഒന്നാണ് വസൂരി. വസൂരി എന്ന് പറഞ്ഞത് ശരിക്കും ഒരു വലിയ അടിച്ചു തള്ളി നടത്താനുള്ള പ്രകൃതിയുടെ സംരംഭമാണ് നടത്തുന്നത്. നമ്മളെ ശരീരത്തിൽ കുറേ കാലമായിട്ട് അടിഞ്ഞുകൂടിയ വസ്തുക്കളെ മുഴുവൻ പുറന്തള്ളാനായിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു ഭഗീരഥ യത്നമാണ് അത്. ആ സമയത്ത് നമ്മൾ യാതൊരു രീതിയിലും ഭയപ്പെടേണ്ടതില്ല. അയാൾക്ക് പരമാവധി ദഹിക്കുന്ന വസ്തുക്കൾ, ഇളനീർ വെള്ളം അല്ലെങ്കിൽ ദഹിച്ച പഴങ്ങളൊക്കെ ദഹിച്ച വസ്തുക്കളാണെന്ന് പറയും. ഈ ഇങ്ങനെയുള്ള വസ്തുക്കൾ അത്യാവശ്യം മാത്രം കൊടുത്താൽ സാധാരണ ഒരു പനി പോലെ തന്നെ മാറുന്ന ഒരു സാധനമാണിത്. പക്ഷേ മനുഷ്യൻ്റെ ഭയം കാരണം അയാൾ ഒറ്റപ്പെടുത്തുന്നു, അയാളെ വേറെടുത്ത് നിർത്തുന്നു, അയാളെ ഭയം കാരണം അയാൾ അടുത്തേക്ക് പോകാതെ ആവുന്നു, അയാൾക്ക് ഭക്ഷണം കൊടുക്കാതെ ആവുന്നു. അങ്ങനെ ഈ അയാൾക്കുള്ള ഈ ഭയം കാരണം എന്തോ ഒരു വസൂരി ദേവതയോ അല്ലെങ്കിൽ വസൂരി പിശാചോ നടത്തിയ ഒരു വൻ അപകടമാണത്, വൻ അക്രമമാണിത് എന്ന് അയാൾക്കും തോന്നുന്നത്. കാരണം മാനസികമായി അയാളും തകരുന്നു, മാത്രമല്ല സമൂഹം തളരുന്നു. അയാളെ ധൈര്യം കൊടുക്കാനും മറ്റാർക്കും കഴിയുന്നില്ല. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക, ഈ വസൂരി ഒരു പകർച്ചവ്യാധിയാണ്, ശരിയാണ്. പകർച്ചവ്യാധി ആവാൻ കാരണം ആ കാരണങ്ങൾ എന്തായിരുന്നോ, ആ വസൂരി ഉണ്ടാവാൻ കാരണം ആ കാരണങ്ങൾ നിങ്ങളിലുള്ളതുകൊണ്ടാണ്. ശരീരം ശുദ്ധമായ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വസൂരി ഉണ്ടായ ആൾക്കോ അതുണ്ടാവില്ല. ഒരു പ്രാവശ്യം വസൂരി ഉണ്ടായ ആൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അതിനാവശ്യമായ ഊർജം സപ്ലൈ ചെയ്യാൻ ഊർജം ശരീരത്തിൽ ഇല്ല. അതുകൊണ്ടാണ്. കാരണം ഇതൊക്കെ ഒറ്റ പ്രാവശ്യം മാത്രമേ ശരീരത്തിന് ആ ജീവിതത്തിൽ ആ ആയുസ്സിൽ ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം മാത്രം ചെയ്യാൻ ചെയ്യുന്ന അതിന് മാത്രമല്ല ഊർജ്ജം ഉണ്ടാവുള്ളൂ. കാരണം ഇതിനൊക്കെ വളരെ കൂടുതൽ ഊർജ്ജം ആവശ്യമാണ്. ആ ഊർജ്ജം ഇല്ലാത്ത ആൾക്കാർക്ക്, അതായത് ഒരു പ്രാവശ്യം ഉണ്ടായ ആൾക്കാർക്കും ഉണ്ടാവില്ല, മാത്രമല്ല ശരീരം ശുദ്ധമായ ആൾക്കാർക്കും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള പുറന്തള്ളേണ്ട വസ്തുക്കൾ ഇല്ലാത്ത ആൾക്കാർക്കും
അസുഖം ഉണ്ടാവില്ല. അപ്പോൾ അപ്പോഴത്തെ പണ്ടൊക്കെ തന്നെ ഇത്രയും വലിയ ഭയം കാരണം ഒറ്റപ്പെടുത്തിയിരുന്നെങ്കിലും ചില ആൾക്കാർ വളരെ ആത്മാർത്ഥതയോടുകൂടി ത്യാഗമനസ്സോടുകൂടി ചെയ്തിരുന്നു. അവർ ശരീരം ശുദ്ധമായതുകൊണ്ടാണ് ഇല്ലാതിരിക്കുന്നത് അർത്ഥം. അല്ലെങ്കിൽ അങ്ങനെ പുറന്തള്ളേണ്ട അന്യവസ്തുക്കൾ അടിഞ്ഞു കൂടാത്ത ശരീരമായതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ അന്ന് ഇവരെ ശുശ്രൂഷിക്കാനെങ്കിലും പോയിരുന്നുള്ളൂ. അങ്ങനെ ഒരു നാട്ടിൽ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് അതിനോട് പറയാനുള്ളത് അർത്ഥം. പിന്നെ അതേപോലെ തന്നെ സാധാരണ വൃണങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പൊട്ടിയൊലിച്ച് പോകുന്ന വൃണങ്ങൾ, അതേപോലെ കരപ്പൻ, ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് ഓർമ്മ കിട്ടാവുന്നത് കരപ്പനാണ്. കരപ്പൻ സാധാരണ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ്. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കാലിൽ ഇങ്ങനെ പൊട്ടിയൊലിച്ച് നടക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് പക്ഷേ വളരെ കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ കരപ്പൻ ഉണ്ടാവാനുള്ള കാരണം ആ ശരീരത്തിൽ വേണ്ടാത്ത വസ്തുക്കൾ അടിയുന്നത് കൊണ്ടാണ് എന്ന ബോധ്യം നമുക്കില്ല. ഇതെന്തോ ഭൂതമാണ്, പ്രേതമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപമാണ് എന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഓടി നടക്കുക, എന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സ്വഭാവമായിട്ട് അന്നുണ്ടായിരുന്നത്. ഈ അജ്ഞതയെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അധിക ചികിത്സകരും വിവരമുള്ളവർ എന്ന നിലക്ക് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ചികിത്സകരുടെ ഇന്നത്തെ തലമുറയാണ്, അങ്ങനെ ചൂഷണം ചെയ്തിരുന്ന ചികിത്സകരുടെ ഇന്നത്തെ തലമുറയാണ് യഥാർത്ഥത്തിൽ ആധുനിക വൈദ്യത്തിൽ നിലനിൽക്കുന്നത്. അവരുടെയൊക്കെ പൊതുവായ ലക്ഷ്യം, പൊതുവായ അവസ്ഥ, അവർക്ക് ഈ പ്രകൃതിയുടെ നിയമങ്ങളോ ശരീരത്തിൻ്റെ നിയമങ്ങളോ അതെന്ത് കാരണം കൊണ്ടുണ്ടായി, അത് എങ്ങനെ ഈ കാരണം എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള വിവരം പാടെ അറിയില്ല, ഒന്നും അറിയില്ല. എങ്കിൽ പോലും അതിന് ഇന്നത് കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന വിഷം കൊടുത്തു നോക്കിയാൽ അത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നൊരു പക്ഷെ അത് മാത്രമേ അറിയുള്ളൂ. അത് കാരണം മാറുമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നടക്കുന്ന ഒരു ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടി ചിലവാക്കേണ്ട ഊർജം അതിലും വലിയ അപകടമുള്ള ഒരു സാധനം വരുമ്പോൾ അതിന് ചിലവാക്കും. ഉദാഹരണമായിട്ട് തീരെ നടക്കാൻ വയ്യാത്ത ഒരാൾ പോലും വലിയ അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ ഭക്ഷണം അല്ലെങ്കിൽ പോഷക വസ്തുക്കളല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകളൊക്കെ തന്നെ രണ്ടാമത് റിവൈവ് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നത്. അതിലെത്ര കണ്ട് ശാസ്ത്രീയമായ സത്യമുണ്ട്, അതിലെത്ര കണ്ട് ശാസ്ത്രീയമായ അടിത്തറയുണ്ട് എന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ 99% ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ഔഷധങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന പാഷാണങ്ങളും ശരീരത്തിന് അപകടം മാത്രമേ ചെയ്യുള്ളൂ എന്നും അവയൊന്നും തന്നെ ശരീരത്തിന് ആരോഗ്യമോ ആയുസ്സോ കൂട്ടില്ലെന്നും ആ ആയുസ്സിൻ്റെ കുറച്ചെങ്കിലും കുറക്കാൻ മാത്രമേ ഇന്ന് നിലവിലുള്ള ഓരോ മരുന്നിനും കഴിയുള്ളൂ എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിന് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക, കൂടുതൽ ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്ന പുതിയ 20ാം നൂറ്റാണ്ടിലെ മസനോബു ഫുക്കോക്കയുടെ ആ ദർശനം നമ്മളിലേക്ക് വന്നാൽ മാത്രമേ അതിലേക്ക് വരാനുള്ള സാധ്യതകളുള്ളൂ. അതേപോലെ തന്നെ നഖങ്ങൾ നിങ്ങൾ നോക്കുക. സാധാരണ നഖങ്ങൾ ഇപ്പോൾ എൻ്റെ നഖത്തിനൊന്നും ഈ മൂണില്ല, അതായത് ഒരു ചന്ദ്രനില്ല. കാരണം ശരീരത്തിൻ്റെ രക്തത്തിലെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ
പൊല്യൂഷനാണ് അതിന് കാരണം എന്നർത്ഥം. ശരീരത്തിൽ സാധാരണ നിലക്ക് ആരോഗ്യമുള്ള കുട്ടികൾക്കൊക്കെ തന്നെ എല്ലാ വിരലുകൾക്കും ഈ ഒരു മൂണുണ്ടാവും. അതായത് ഒരു ചെറിയ ഈ ഇവിടെ ആയിട്ട് ഒരു ഇതിങ്ങനെ ഉണ്ടാവുന്നത്, ഇങ്ങനെ വെളുത്ത്. അത് പിന്നീട് അത് രക്തം എത്ര കണ്ട് മോശമാവുന്നോ അതിനനുസരിച്ച് അത് നഷ്ടപ്പെടും. ഇപ്പം എൻ്റെ വിരലിനൊന്നുമില്ല, കാരണം അതിന് ഞാൻ ഉപയോഗിച്ച വിഷവസ്തുക്കളും ഔഷധങ്ങളും തന്നെയാണ് അതിന് കാരണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എനിക്ക് മനസ്സിലായത് സർവൈവൽ ഇൻ ടു 21st സെഞ്ച്വറി എന്ന ആ പുസ്തകത്തിൽ നിന്നാണ്. അതായത് നമ്മളെ ഓരോ നഖത്തിലുള്ള മൂൺ, അല്ലെങ്കിൽ ഈ നഖത്തിൻ്റെ ഈ അടിയോട് ചേർന്ന് ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഷെയ്ഡ്, വെളുത്ത ഷെയ്ഡാണ് ഈ നഖത്തിനുണ്ടാകുന്ന മൂണെന്ന് പറയുന്നത്. അത് മൂൺ പോലെ തന്നെ ഉണ്ടാവുന്ന ഒരു ചന്ദ്രക്കല പോലെ. അത് എല്ലാ വളരെ രക്തശുദ്ധിയുള്ള മനുഷ്യർക്കൊക്കെ ഉണ്ടാവും. ആ രക്തം അല്ലെങ്കിൽ ശരീരം എത്ര കണ്ട് പൊള്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നോ അവർക്കൊക്കെ അത് നഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നതാണ്. അതിങ്ങനെ ഈ വെളുത്ത ചെറിയ ഇതായിട്ട് ഇങ്ങനെ 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 നഷ്ടപ്പെട്ട് ഇല്ലാതാവും. എനിക്ക് അങ്ങനെ അങ്ങനെ ഈ നഖത്തിന് അങ്ങനെ പോയിരുന്നത് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ നമ്മളെ വായലിലുള്ള ചുണ്ടിനുള്ള വിള്ളലുകൾ, അതേപോലെ തന്നെ ചുണ്ടിലും അതേപോലെ മോണയിലൊക്കെ ഉള്ള ഇതൊക്കെ ഇവിടെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ കറുത്ത്, ഈ കൂടുതൽ വിഷങ്ങളുള്ള വേണ്ടാത്ത വസ്തുക്കളുണ്ടെങ്കിൽ അവിടെയൊക്കെ കറുത്ത് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെതൊക്കെ അങ്ങനെയായിരുന്നു, ഇവിടെയൊക്കെ തന്നെ കറുത്ത ഒരു ഇതുണ്ടായിരുന്നു. നേരെ മറിച്ച് അതൊക്കെ തന്നെ ഒരു വിസർജനാവയവത്തിൻ്റെ അടുത്ത് നിൽക്കാനുള്ള കാരണം അങ്ങനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നേരെ മറിച്ച് ഈ പുതിയ രീതിയിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ വായും മോണയൊക്കെ തന്നെ ഒരു ചെമന്ന കളറിലേക്ക് വന്ന് നിൽക്കുക. പണ്ടത് കറുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ചർമ്മത്തിലുണ്ടാവുന്ന വിഷവസ്തുക്കൾ അടിഞ്ഞു കൂടിയതിൻ്റെ ഭാഗമാണെന്ന് അർത്ഥം. അതേപോലെ തന്നെ നമ്മുടെ ആനസിൻ്റെ അതിന് ചുറ്റും കറുത്ത ഒരു പാടുണ്ടാവാം. ഇതൊക്കെ തന്നെ നമുക്ക് മൂലത്തിന് ആ ഭാഗത്ത് ഇങ്ങനെ കറുത്ത പാടുണ്ടാവാം. നിങ്ങൾ സ്വയം നോക്കിയാൽ മതി, നിങ്ങൾക്കുണ്ടോ. അതൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്ത വസ്തുക്കൾ അടിഞ്ഞു കൂടിയത്. അതൊരു വിസർജനാവയവത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അതിന് സൗകര്യം കിട്ടുക അങ്ങനെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പിന്നെ അടുത്തതായിട്ട് പാണ്ട്, വെള്ളപ്പാണ്ട്, കുഷ്ഠം. ഈ കുഷ്ഠമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഒരു ഡീജനറേറ്റ് ഡിസീസാണ്. അതായത് അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും ഇല്ല എന്നുള്ളത്. അങ്ങനെയുള്ള വസ്തുക്കൾ അത് നമ്മളെ സെൻസറി ഓർഗൻസ് പോലും അത് ഇല്ലാതാവും. അതായത് തൊട്ടാലൊന്നും അറിയാത്ത അവസ്ഥയിലേക്ക് വരുന്ന അതുപോലും നിങ്ങളെ ഭക്ഷണം മാറ്റുന്നതോടുകൂടി മാറുന്നതായിട്ട് അനുഭവങ്ങൾ നമുക്കുണ്ട് എന്നർത്ഥം. അതായത് ഞാൻ പറഞ്ഞ ശിവശൈലത്തെ നൽവാഴ് ആശ്രമത്തിൽ കുഷ്ഠരോഗികളായിരുന്ന ആൾക്കാർക്ക് അവരുടെ സെൻസേഷൻ തിരിച്ചു കിട്ടിയതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും അത് പരീക്ഷിക്കാവുന്ന, കുഷ്ഠരോഗികളായ ആർക്കും ഭക്ഷണത്തിൽ ക്രമീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ മാറുന്നത് കാണാവുന്നതാണ്. അതേപോലെ കരപ്പൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഇതിനൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള, അതായത് മുഖക്കുരു മുതൽ താരൻ മുതൽ ഉണില് മുതൽ അരിമ്പാറ മുതൽ പല രോഗങ്ങളും ഇന്ന് ഇല്ലാതാവുന്നുണ്ട്. അതില്ലാതാവാൻ കാരണം നമ്മളെ പ്രതിരോധശേഷി കുറഞ്ഞു വരുന്നു. ഓരോ തലമുറ കഴിയുന്നതോടുകൂടി ഈ ആധുനിക ശാസ്ത്രം വഴി, ആധുനിക
കൃഷി രീതികൾ, പൊല്യൂഷൻ, അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ അകത്തേക്ക് എത്തുന്ന രാസവസ്തുക്കളും വിഷവസ്തുക്കളും കാരണം നമ്മളെ പ്രതിരോധശേഷി കുറഞ്ഞതാണ് എന്നതാണ് യഥാർത്ഥത്തിൽ കാരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇത് എൻ്റെ ഒരു നിഗമനം മാത്രമാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കും ഈ കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കാം. സ്വയം നിങ്ങളുടെ ശരീരം തന്നെ ഒരു ഗവേഷണ കേന്ദ്രമാക്കിയിട്ട് മാറ്റിയിട്ട് നിങ്ങൾക്കുള്ള അസുഖങ്ങൾ, നിങ്ങൾക്കുള്ള അനുഭവങ്ങൾ, നിങ്ങൾക്കുള്ള ചർമ്മരോഗങ്ങൾ, മറ്റെന്ത് രോഗങ്ങളായിക്കോട്ടെ, ആ രോഗം എന്തിനീ ഇപ്പോൾ നമ്മൾ 20ാമത്തേതായിട്ട് പറയാവുന്ന ഒന്ന് പിന്നെ ക്യാൻസറാണ്. ക്യാൻസർ പോലും ശരീരത്തിന് അകത്ത് എന്തോ വേണ്ടാത്തത് കടന്നു ചെന്ന് അത് പുറത്തേക്ക് കളയാൻ, അല്ലെങ്കിൽ ആ വേണ്ടാത്ത വസ്തുക്കൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് ശരീരത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ളതാണ് എന്ന ഒരു തിയറി, ഒരു പ്രിൻസിപ്പിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതിന് പോലും നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ശരീരത്തിലെ ഇൻപുട്ട് മിതവും ഹിതവുമാക്കുക, നാച്ചുറലും ആക്കുക, അല്ലെങ്കിൽ പ്രകൃതിദത്തവുമാക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളെ ശരീരത്തിന് രണ്ടാമത് തിരിച്ചു വരാൻ അത് കഴിയുമെങ്കിൽ, വല്ല അവസ്ഥയും വല്ല നിവൃത്തിയും ഉണ്ടെങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. ഇന്നത്തെ ക്യാൻസർ ചികിത്സ എന്നുള്ളതൊക്കെ ആസുരമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇയാൾക്ക് നിലവിൽ ഉള്ള ജീവൻ്റെ ദൈർഘ്യം കൂട്ടാൻ കഴിയും എന്നതിന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. തെളിവുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് തന്നെ ചോദിച്ചു. എന്തായാലും ജീവൻ ഉള്ള ശരീരത്തിൽ പ്രയോഗിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അതിനവർക്ക് കാശും കിട്ടുന്നുണ്ട്. ഈ കാശ് കിട്ടാത്ത ഒരവസ്ഥ, അതായത് ഈ ചികിത്സ എന്നത് യഥാർത്ഥത്തിൽ പൊതുവായ ഭൗതികമായ ലാഭമില്ലാത്ത ഒരു വസ്തു ആവുമ്പോൾ മാത്രമേ, ഒരു ക്രിയ ആവുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള വൈകൃതങ്ങളും ചൂഷണ രീതികളും നഷ്ടപ്പെടുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഈ ദൈവവും പിശാച്ചും ഒക്കെ ഇല്ല എന്ന് വന്നപ്പോൾ, അതുള്ള കാലത്ത് എന്തൊക്കെ ക്രിയകളും പൂജകളും മാട്ടുമാരണങ്ങളും ഷീറുകളും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് പോയതോടുകൂടി ഇതും പോയി. അതേപോലെ നമ്മളെ ശാസ്ത്രബോധം എത്ര കണ്ട് കൂടുതൽ ശുദ്ധമാവുന്നോ അത്ര കണ്ട് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചൂഷണ രീതികളും മാറി വരും. ഈ ചൂഷണം പൂർണ്ണമായിട്ട് ഇല്ലാതായെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്നുള്ള ഔഷധങ്ങളിൽ എത്ര വസ്തുക്കൾ നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് ആരോഗ്യം ഉണ്ടാക്കും, നമ്മളെ യഥാർത്ഥത്തിൽ ജീവന് കാരണമായ ജീവശക്തിയെ കുറക്കാത്ത എന്തൊക്കെ ഔഷധങ്ങളുണ്ട് എന്ന് ചിന്തിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ ചൂഷണ വ്യവസ്ഥ അവസാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ സംരക്ഷണം നടന്ന് എന്ത് അസുഖം ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് എന്ത് ചർമ്മരോഗം ഉണ്ടെങ്കിലും മറ്റു രോഗങ്ങളുണ്ടെങ്കിലും പ്രകൃതിയെ മറികടക്കാം എന്നുള്ള വിശ്വാസം, എന്നുള്ള പിന്നെ ആ പിശാച്ചിൻ്റെ ചിന്ത എന്ന് തന്നെ ഞാൻ പറയാം, അല്ലെങ്കിൽ യൂറോപ്യൻ ചിന്ത.
ആ പാശ്ചാത്യ ചിന്ത അത് മാറ്റണം. പ്രകൃതിയെ നമുക്ക് മറികടക്കാനാവില്ല. അതേപോലെ തന്നെ നാം പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതിയെ നമുക്ക് തോൽപ്പിക്കേണ്ടതില്ല. പ്രകൃതിയെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അത് വെറുതെ തോന്നുകയാണ്. നാം പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ പ്രകൃതിയുടെ താളം മനസ്സിലാക്കി അത് പഠിച്ച് അതിനനുസരിച്ച് വിവേകത്തോടു കൂടി വിജ്ഞാനത്തോടു കൂടി ഓരോ ചുവടും വെക്കുക, പ്രകൃതിയോട് ഇണങ്ങുക എന്നുള്ളത് മനുഷ്യന് സാധ്യമാവുള്ളൂ എന്നർത്ഥം. അതായത് ഓരോ ജീവിക്കും ജനിക്കുമ്പോൾ തന്നെ അയാളുടെ അമ്മയ്ക്കും അച്ഛനും മാതാവിനും പിതാവിനും അണ്ടത്തിനും സ്പേമിനും ഉള്ള ആ ജീവശക്തി ഉണ്ടല്ലോ, ആ ജീവശക്തിയെ കൂട്ടാൻ അത് പ്രകൃതിയുടെ നിയമമാണ്. ആ ജീവശക്തി മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ മരിക്കുന്നത് വരെ ആ ജീവശക്തിയാണ് നിരന്തരമായി നമ്മളെ നിലനിർത്തുന്നതും നമ്മളെ വളർത്തുന്നതും വികസിപ്പിക്കുന്നതും പല വസ്തുക്കളും സ്വീകരിക്കുന്നതും പല വസ്തുക്കളും പുറന്തള്ളുന്നതൊക്കെ. അതായത് പല വസ്തുക്കളും അകത്തേക്ക് എടുക്കുന്നു, അതായത് ഇമ്പോർട്ട് ചെയ്യുന്നു, പല വസ്തുക്കളും എക്സ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ശരീരത്തിൻ്റെ പ്രകൃതിയുടെ താളത്തിനനുസരിച്ചാണ്. അതിനെ മറികടക്കാം എന്ന ബോധം അപകടമാണ്. അതിൽ യാതൊരു അർത്ഥമില്ല. അത് പിന്നെ എന്താ ഇപ്പോൾ പറയാം, എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവമാണെന്ന് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ആദ്യമായിട്ട് നമ്മൾ പ്രകൃതിയുടെ അപാരമായ സൃഷ്ടി വൈഭവത്തിൽ നമുക്ക് വിറങ്ങലിച്ച് അല്ലെങ്കിൽ അത്ഭുതപരതന്ത്രരായി നിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മളൊന്നുമല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയുടെ രീതികൾ, പ്രകൃതിയുടെ താളങ്ങൾ എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കുക എന്നുള്ള ബോധ്യമാണ് നമുക്ക് ആദ്യം വേണ്ടത്. പ്രകൃതിയോട് ഇണങ്ങുക, പ്രകൃതിയുടെ താളം, പ്രകൃതിയുടെ രീതി, പ്രകൃതി തന്നെയാണ് നാം. നമുക്ക് പുതുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് നമുക്ക് പ്രകൃതിയിൽ ഒരിക്കലും ശരീരത്തിനെതിരായി വർക്ക് ചെയ്യില്ല. ശരീരത്തിനനുസരിച്ച് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ശരീരം നിലനിൽക്കുക എന്നുള്ളത് ജീവൻ്റെ സ്വഭാവമാണ്. ഓരോ ജീവനും അതിന് സാധ്യമായ കാലത്തോളം അതിന് നിലനിൽക്കാനായിട്ട് അത് ശ്രമിക്കുന്നവർക്ക് അത് നമ്മളെ ശരീരത്തിനും ബാധകമാണ്. ഈ ശരീരം ഒരിക്കലും ശരീരത്തിനെതിരാവില്ല. കാക്ക മലന്ന് പറക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അതേപോലെ തന്നെ ആപ്പിൾ താഴത്തേക്ക് അല്ലെങ്കിൽ നമ്മളെ തേങ്ങ താഴത്തേക്ക് വീണതിനാൽ മേലേക്ക് പറക്കാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇല്ല. അതേപോലെ പ്രകൃതിയുടെ നിയമമാണ്. അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രക്രിയക്ക് കാരണമായ ഭൂമി കറങ്ങുന്നതിനെ നമുക്ക് ഇല്ലാതാക്കാൻ ഇല്ല എന്നതുപോലെ തന്നെയാണ് പ്രകൃതിയുടെ നിയമങ്ങളെ നമുക്ക് മറികടക്കാനാവില്ല. ആ പ്രകൃതിയുടെ നിയമങ്ങൾ മറികടക്കാൻ എത്ര കണ്ട് നാം ശ്രമിച്ചാലും, എന്തൊക്കെ വിജ്ഞാനവും കോട്ടും കുപ്പായവും കാറും ഫ്രിഡ്ജും ഒക്കെ ഉള്ള ആൾ പറഞ്ഞാലും, എലോൺ മസ്ക് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കണം എന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ പ്രകൃതിയെ തോൽപ്പിക്കാമെന്നും പ്രകൃതിയെ മറികടക്കാമെന്നുള്ളത് ഒരു അക്രമവാസനയാണ്, പിശാചിൻ്റെ ചിന്തയാണ്. അത് പാശ്ചാത്യരുടെ തനി സ്വഭാവമാണ്. ആ സ്വഭാവം നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. അവർ നമ്മളെ കീഴടക്കി നമ്മളെ ഭരിച്ചു, നമ്മളെ വിദ്യാഭ്യാസം ചെയ്യിച്ചു എന്നൊക്കെ ശരിയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഇത് കാരണം അവരാണ് ഏറ്റവും വലിയവർ. അവരെ അത്ര ബോധ്യം, അവരത്ര സംസ്കാരം ലോകം മുഴുക്കി കൊള്ളയടിച്ച് മനുഷ്യരെയൊക്കെ ആട്ടി പിടിച്ച് അടിമകളാക്കി
നമ്മളെ അടിമകളല്ല, നമ്മൾ ഇന്ത്യക്കാരൊക്കെ അധികം കോൺട്രാക്ട് ലേബേഴ്സ് ആയിട്ട് ഈ അടിമകളെക്കാളും മോശമായ കണ്ടീഷനായിരുന്നു എന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുക്ക കവർന്നെടുത്ത് ചൂഷണം ചെയ്ത് ജീവിച്ച അവരാണ് വലിയവർ എന്ന, അവരുടെ ശാസ്ത്രമാണ് വലിയ ശാസ്ത്രം എന്ന ആ ബോധം ഒഴിവാക്കി എന്താണ് ശാസ്ത്രീയ ചിന്ത എന്ന് നാം പുതുതായി നിങ്ങളുടെ അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാൻ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും ശാസ്ത്രമാണ് പറയുന്നതെങ്കിൽ പോലും അവരിലുള്ള ഇക്കാര്യത്തിലുള്ള ശാസ്ത്രം എത്ര കണ്ടുണ്ട് എന്നുള്ളത് അവർ പരിശോധിക്കേണ്ടതാണ്. എന്തൊക്കെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതായത് പണ്ട് ദൈവമെന്നും പിശാച്ചെന്നും മറുതാന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങൾ അന്നത്തെ പുരോഹിതന്മാർ, അന്നത്തെ ശാസ്ത്രജ്ഞന്മാരവരായിരുന്നു. അന്നത്തെ മനുഷ്യൻ്റെ ബോധമനുസരിച്ച് ശാസ്ത്രമനുസരിച്ച് അന്ന് ഏറ്റവും ശാസ്ത്രീയ ബോധം ഉണ്ടായിരുന്ന അതേപോലെ ഇന്നും അവരെങ്ങനെയാണോ ചൂഷണം ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇന്ന് ഈ സാധാരണ ആൾക്കാരെ ഈ ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. രണ്ടുപേരും ഒരേ കാര്യം ചെയ്യണത്, എന്ത്? ചൂഷണം. അധ്വാനിക്കുന്ന മനുഷ്യൻ്റെ അധ്വാനം ചൂഷണം ചെയ്ത് സ്വന്തമാക്കുക എന്ന പരിപാടിയാണ് പണ്ടത്തെ പുരോഹിതന്മാരും ഇന്നത്തെ ഈ ബഹുരാഷ്ട്ര കുത്തകളും അവരുടെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന ആരോഗ്യ സംരക്ഷകർ എന്ന് പറയുന്ന ചികിത്സകരും ചെയ്യുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പോലും മനസ്സിലായോ എന്ന് എനിക്ക് സംശയം. പിന്നെ നമ്മളുടെ ഈ പ്രകൃതിയെ മറികടക്കാം എന്നുള്ളതും പ്രകൃതിയെ തോൽപ്പിക്കാമെന്നുള്ള ആ ധാരണ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ മറ്റ് ജീവജാതികൾ പോലെ തന്നെ ഒരു ജീവജാതിയാണെന്നും നമുക്ക് പ്രത്യേകമായിട്ടൊരു കൊമ്പുമില്ല എന്നും പ്രകൃതിയുടെ അല്ലെങ്കിൽ ജീവൻ്റെ എല്ലാ നിയമങ്ങളും നമുക്കും ബാധകമാണെന്നും നമുക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക നിയമങ്ങളോ പ്രപഞ്ച നിയമങ്ങളോ ഇല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രേ ഇന്ന് പറയാനുള്ളൂ. എന്തായാലും ഇതുകൊണ്ട് നിങ്ങളുടെ ചർമ്മരോഗങ്ങൾ, ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സൗന്ദര്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചർമ്മം. ആ ചർമ്മം സംരക്ഷിക്കാനും ചർമ്മത്തിന് ആരോഗ്യം ഉണ്ടാവാനും ഏറ്റവും നല്ലത് നിങ്ങളെ ഇൻപുട്ടാണെന്നും ആ ഇൻപുട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഭക്ഷണമാണെന്ന്, ഈ ഭക്ഷണത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയാൽ നിങ്ങൾക്ക് തന്നെ നിരീക്ഷിക്കാവുന്ന ഞങ്ങൾ ചർമ്മത്തിനും അതിൻ്റെ ടോണും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ സൗന്ദര്യവും എങ്ങനെ നിങ്ങളെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ മനസ്സിലാക്കാൻ കഴിയും. എന്തു വേണം? നിങ്ങൾക്ക് കുറച്ച് വിവേകവും നിങ്ങൾക്ക് സ്വയം ഒരു നിരീക്ഷണ പാഠവും ഉണ്ടാവണം. ഒരു കുറച്ച് ദിവസങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ശരീരത്തിൻ്റെ യഥാർത്ഥ ടോൺ, നല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രകൃതി ഭക്ഷണം കഴിച്ചാൽ നിങ്ങളെ ശരീരത്തിൻ്റെതായ ആ ജൈവികമായ ടോൺ എങ്ങനെയാണ് എന്നത് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.